901 വന്ന സംഭവം ഞങ്ങളോട് പറഞ്ഞു. എന്തിനാ വന്നതെന്നറിയോ? ഫലസ്തീൻ ഞങ്ങൾക്ക് വിൽക്കണം. ഈ ഫലസ്തീൻ എന്ന വാക്കൊന്ന് പറഞ്ഞുതരാം. ഫലസ്തീൻ, ഈ ഫലസ്തീൻ എന്ന പേരിട്ടതിന് നമ്മളല്ല, അത് നമ്മളെ വാക്കുമല്ല. നമ്മളെ വാക്ക് ഖുദ്സാണ്. ഇന്ന് നമ്മളെ വാക്ക് ഉപയോഗത്തിലേ ഇല്ല. ഫലസ്തീൻ എന്നത് ബ്രിട്ടൻ്റെ യൂറോപ്യന്മാരിട്ട പേരാണ്. എന്ത്? ആ ഏരിയക്ക് ഫലസ്തീൻ എന്ന് പേരിട്ടത് യൂറോപ്യന്മാരാണ്, മുസ്ലിങ്ങളല്ല. നമ്മളെ അവിടെ ഇട്ട പേര് എന്താണ്? ചരിത്രാതീത കാലം മുതലേ മുസ്ലിം സമുദായവും ഇബ്രാഹിമി ജനതയും ഒക്കെ അവിടെ ഇട്ട പേരാണ് എന്ത്? ഖുദ്സ്. മൻ അറാദ അൻ യൻദുറ ഇലാ മദീനത്തിൻ മിൻ മുദ്നിൽ ജന്ന ഫൽയൻദുർ ഇലൽ ഖുദ്സ് എന്ന് ഹബീബ റസൂലുള്ളാഹ്. ഖുദ്സ് പട്ടണത്തിൽ നോക്കിക്കോളൂ. ഖുദ്സ്, ഫലസ്തീൻ അല്ല. ഫലസ്തീൻ എന്നത് ഒരു കുരുത്തം കെട്ട വാക്കാണ്. കാടന്മാരായ ഫിലിസ്തീന്മാരോട് ഇസ്രായേലികൾ യുദ്ധം ചെയ്ത കഥ പഴയ നിയമത്തിലുണ്ട്. എന്താ ഫിലിസ്തീൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദൈവത്തെ അംഗീകരിക്കാത്ത, മോട്ട് കാട്ടി നടക്കുന്ന, ഒരു നന്മയും ആഗ്രഹിക്കാത്ത രക്തദാഹികളായ ഒരു ജനതക്കുള്ള പേരാണെന്ത്? ഫിലിസ്തീൻസ്. മുസ്ലിങ്ങൾ ഉപയോഗിക്കേണ്ട പേരല്ല എന്ത്? ഫലസ്തീൻ. മുസ്ലിങ്ങൾ ഇട്ട പേരും അല്ല. മുസ്ലിങ്ങൾ അതിനുപയോഗിക്കുന്ന പേര് ഖുദ്സ് എന്നാണ്. ഇമാറത്തുൽ ഖുദ്സി ഖറാബു യസ്രിബ വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ. ഹബീബ റസൂലുള്ളാഹിന്റെ എത്ര ഹദീസുകളാണുള്ളത്? ഫലസ്തീൻ ഹദീസിലേ ഇല്ല. എന്താ ഉള്ളത്? ഖുദ്സ്. എന്താ അത്? ഗ്രീക്ക് പദമാണ് ഫലസ്തീൻ. ഫിലിസ്തീൻസ് എന്ന വാക്കിൽ നിന്നാണ് ഫലസ്തീൻ ഉണ്ടായത്. ഫിലിസ്തീന്മാരോട് ഇസ്രായേല്യർ, പ്രവാചകന്മാരുടെ കൂട്ടമായ ഇസ്രായേലി ജനത, മോട്ട് കാട്ടി നടക്കുന്ന രക്തദാഹികളായ, ദൈവത്തെ നിഷേധിക്കുന്ന, ഒരു നന്മയും ആഗ്രഹിക്കാത്ത ഫിലിസ്തീന്മാരോട് ഇസ്രായേല്യർ യുദ്ധം ചെയ്തിരുന്ന കഥ പഴയ നിയമത്തിലുണ്ട്. ഈ വാക്ക് പിന്നീട് ആ ഏരിയയുടെ മേൽ ബ്രിട്ടനും ഗ്രീസും നടപ്പിലാക്കി. ഇതാണ് എന്ത്? ഇന്നത്തെ ഫലസ്തീൻ. ഫലസ്തീൻ നമ്മളെ വാക്കേ അല്ല. ഫലസ്തീൻ്റെ പതാക നമ്മുടെ പതാകയും അല്ല, അത് മാർക്ക് സൈക്കസിൻ്റെ പതാകയാണ്. ആ പതാക രൂപകൽപ്പന ചെയ്യുന്നത് പോലും മാർക്ക് സൈക്കസാണ്. മാർക്ക് സൈക്കസിനെ പോലെ ഒരു ഉപദ്രവകാരി 20-ാം നൂറ്റാണ്ടിൽ ഏഷ്യയുടെ മേലുണ്ടായിട്ടില്ല. അതാണ് മാർക്ക് സൈക്കസ്. കുവൈത്ത്, ലബനാന്, ജോർദാന്, ഫലസ്തീന് അടക്കമുള്ള ഇന്ന് നമ്മളെ മുസ്ലിം ലോകത്ത് കാണുന്ന 90% രാജ്യങ്ങളുടെയും പതാക മാർക്ക് സൈക്കസ് രൂപകൽപ്പന ചെയ്തതാണ്. അതാണ് ഇപ്പോഴും അവരുടെ പതാക. അതും നമ്മുടെ പതാകയല്ല. ഫലസ്തീൻ്റെ പതാക മുസ്ലിങ്ങളുടേതല്ല, മുസ്ലിങ്ങൾ രൂപകൽപ്പന ചെയ്തതുമല്ല. ഫലസ്തീൻ്റെ നേതാക്കന്മാരും അങ്ങനെ തന്നെയാണ്. ഫലസ്തീൻ നേതാക്കന്മാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. യാസർ അറഫാത്ത് ശുദ്ധ കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്തിനാണ് യാസർ അറഫാത്ത് വാദിച്ചത്? അറബ് ഇസ്രായേലി വിഭജനം, അറബ് ജൂയിഷ് വിഭജനം, അതായത് സ്വതന്ത്രമായ രാഷ്ട്രം അറബികൾക്ക്, സ്വതന്ത്രമായ രാഷ്ട്രം ജൂതന്മാർക്ക്. അറബ് ജൂയിഷ് ഭരണകൂടങ്ങളെ ഇനി അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാദം അതാണ്. തുടക്കം അങ്ങനെ തന്നെയാണ്. അറബ് നാഷണലിറ്റിയുടെ ഉൽപ്പന്നമാണ് PLO. അറബ് നാഷണലിസമാണ് അവർ കൊണ്ടുവന്നത്, ഇസ്ലാമിയത്തല്ല. നാഷണലിസം എന്നത് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്ന ഒരു സംഗതിയും അല്ല. ഒരു ധാർമ്മിക മൂല്യത്തെയും ഉയർത്തിപ്പിടിക്കാതെ നമ്മുടെ ഏത് കാര്യം, നാഷണലിസം ഇസ്ലാമിൻ്റെ ഉൽപ്പന്നമല്ല. കേവലമുള്ള ദേശീയത, നേരും നെറികേടും നോക്കാത്തുള്ള ദേശീയത ഇസ്ലാം അംഗീകരിക്കാത്തൊരു സംഗതിയാണ്. ദേശത്തോട് കൂറുവേണ്ടേ? വേണം, പക്ഷെ ധർമ്മമാണ് പ്രധാനം. ധർമ്മമാണ്. മതം അങ്ങനെ തന്നെയല്ലേ? നീതിമാനായ ഒരു ഹിന്ദുവും അനീതിയുള്ളൊരു മുസ്ലിമുമാണെങ്കിൽ നമ്മൾ വിധി കൽപ്പിക്കേണ്ടത് ആരെ കൂടെയാണ്? നമ്മൾ വിധി പറയേണ്ടത്, ജഡ്ജി വിധി പറയേണ്ടത് ആർക്കാണ്? ഹിന്ദുവിനാണ്. ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്താൻ ഇസ്ലാം നിയമങ്ങളില്ല, നീതിയെ രക്ഷപ്പെടുത്തണം. മനസ്സിലായില്ല? ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തർക്കിച്ചാൽ, ഒരു മുസ്ലിമായ ജഡ്ജിയുടെ മുന്നിൽ കേസ് വന്നാൽ അയാൾ എന്തിൻ്റെ കൂടെ നിൽക്കണം? നീതി. ബസ് മുസ്ലിമിനനുസരിച്ച് വിധി പറയുന്നവൻ മുസ്ലിം ആവൂല. അവിടെ മുസ്ലിമിനനുസരിച്ച വിധിയേ ഇല്ല. എന്തിനനുസരിച്ചാകണം വിധി? നീതി. നീതി ഹിന്ദുവിൻ്റെ കയ്യിലാണെങ്കിൽ അയാൾക്ക് നീതി കൊടുക്കണം. നീതിക്കപ്പുറം ഒരു വർത്തമാനം ഇസ്ലാം പറയാൻ പറ്റില്ല. എന്താണ് ഇസ്ലാമിനെ മനസ്സിലാക്കാത്തത്?
ഇസ്ലാം എന്ന് പറഞ്ഞാൽ പകരം വെക്കാനില്ലാത്തൊരാശയം. ഒരു മതത്തിന് വേണ്ടി വാദിക്കുക, ഒറ്റ കളിയൊന്നും നടക്കൂല. പള്ളി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ദിവസം ഭരണാധികാരി പള്ളി വിളിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഒരു ക്രിസ്തീയ സ്ത്രീ വന്ന് പറഞ്ഞു, പട്ടാളക്കാർ നിർബന്ധപൂർവം എനിക്ക് പണം തന്ന് എന്നെ ഒഴിപ്പിച്ചതാണ്. പണം തന്നിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഒഴിപ്പിഞ്ഞു പോകുന്നത് ഇഷ്ടമില്ല. ഇത് ഞാനും എൻ്റെ അച്ഛനും അച്ഛൻ്റെ അച്ഛനൊക്കെ താമസിച്ച മണ്ണ. അവസാനം ഈ പട്ടാളക്കാർ വന്ന് ബാക്കിയുള്ള ഭൂമിയൊക്കെ പള്ളിക്ക് കിട്ടി, ഇത് ഞാൻ കൊടുക്കൂലായിരുന്നു. അപ്പോൾ അവരെ നിർബന്ധിച്ച് എനിക്ക് പണം തന്നു എന്നെ പുറത്താക്കിയ. അപ്പോൾ ഖലീഫ ഉദ്ഘാടനത്തിന് നിൽക്കുന്ന നേരത്തെ പണ്ഡിതന്മാരോട് ചോദിച്ചു, അപ്പോൾ പിന്നെ അതിൻ്റെ വിധി എന്താ? പണ്ഡിതന്മാർ പറഞ്ഞു മഹസൂബത്താണ്, പിടിച്ചടക്കിയ ഭൂമി പള്ളിയാക്കാൻ പറ്റൂല, എന്നാൽ പൊളിച്ചാളി. ഉദ്ഘാടനത്തിന് എന്ന പള്ളി പൊളിച്ചു. ആരാ ചെയ്തത്? ഹാറൂൺ റഷീദ്. ആരാ പത്ത് കൊടുത്തത്? ബഗ്ദാദിലെ പണ്ഡിതന്മാർ. ആർക്കനുകൂലമായ വിധി? ഒരു ക്രിസ്തീയ വൃദ്ധക്കനുകൂലമായ വിധി. ഞാൻ എന്താ കേൾക്കേണ്ടത്? അപ്പം കേവലമുള്ള നാഷണലിസം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിൻ്റെ ഉൽപ്പന്നമല്ല. PLO അതിൻ്റെ ഉൽപ്പന്നമാണ്. അത് യൂറോപ്യൻ സൃഷ്ടിയുമാണ്. നാഷണലിസം എന്ന് പറഞ്ഞത് യൂറോപ്യൻ സൃഷ്ടിയാണ്. ഒരു കാലത്ത് എന്താ പറയുക, ഈജിപ്ഷ്യൻ നാഷണൽ അക്കാദമി അവാർഡ് കൊടുത്തൊരു കവിത, അത് 1960-കളിൽ. ബിലാദക ഖദ്ദിംഹാ അലാ കുല്ലി മില്ലതി വമിൻ അജ്ലിഹാ അഫ്തിർ വമിൻ അജ്ലിഹാ സുമീ. ബിലാദക ഖദ്ദിംഹാ, ദേശങ്ങളെ മുന്തിക്കുക, അലാ കുല്ലി മില്ലത്തി, ഏത് മതത്തെക്കാളും. നാഷണലിസത്തെ മുന്തിക്കുക. പ്രാധാന്യം മതത്തിനല്ല, എന്താണ്? നാഷണലിസത്തിനാണ്. വമിൻ അജ്ലിഹാ, ദേശത്തിന് വേണ്ടി അഫ്തിർ, നോമ്പ് ഉപേക്ഷിക്കുക. വമിൻ അജ്ലിഹാ സുമി, രാജ്യത്തിന് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുക. നോമ്പ് വിൽക്കുകയാണെങ്കിൽ രാജ്യത്തിന് വേണ്ടി നോമ്പ് പറ്റോ, മതത്തിന് വേണ്ടിയല്ല. സലാമുൻ അലാ കുഫ്രിൻ, അങ്ങനെ ചെയ്താൽ കാഫിറാവോ? സലാമുൻ അലാ കുഫ്രിൻ, കുഫ്റിന് സ്വാഗതം. വഹിദ് ബൈനന, നമുക്കിടയിൽ ഐക്യം കൊണ്ടുവരുന്നത് കുഫറാണോ? നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഐക്യപ്പെടുന്നത് കുഫറാണോ? കുഫറിന് സ്വാഗതം. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നമ, അത് കഴിഞ്ഞാൽ പിന്നെ നരകമാണോ? നരകത്തിന് സ്വാഗതം. വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നമ. ഇത് ഈജിപ്ഷ്യൻ നാഷണൽ അക്കാദമി ഏറ്റവും വലിയ കവിതക്ക് അവാർഡ് കൊടുത്ത കവിത 1960-കളിൽ, ജമാലുദ്ദീൻ നസറിന്റെ കാലഘട്ടത്തിൽ. 1960-കളിൽ ഈജിപ്തിലെ സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എല്ലാം, അല്ലെങ്കിൽ അറബ് ലോകത്ത് ഈ 900-ന് ശേഷം വന്ന അറബ് സാഹിത്യന്മാരുടെ മുഴുവനും ലിബറലിസ്റ്റുകളാണ്. അത് വേറൊരു വിഷയമാണ്. നജീബ് മഹ്ഫൂദൊക്കെ അടക്കം, താഹ ഹുസൈനൊക്കെ അടക്കം ഇവരൊക്കെ നാഷണലിസ്റ്റുകളാണ്. താഹ ഹുസൈനൊക്കെ നമ്മളെ നാട്ടിൽ MT എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു MT ആണ് താഹ ഹുസൈൻ, പക്ഷേ ലിബറലിസ്റ്റാണ്. അങ്ങനത്തെ ലിബറൽ ചിന്തകളാണ് അവരൊക്കെ തലയിൽ. എവിടുന്ന് അവർക്കത് കിട്ടി? എവിടുന്നാണ് കിട്ടിയത്? യൂറോപ്പിൽ നിന്ന്. യൂറോപ്യൻ വിദ്യാഭ്യാസം നാശമാകും. അങ്ങനെ എന്താണ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ? പൈശാചിക താല്പര്യങ്ങളെയും പൈശാചിക ചിന്തകളെയും ആയിരക്കണക്കായ കൊല്ലങ്ങൾ ഒളിച്ചു കടത്തിയ ഒരു രാജ്യം, ഒരു ദേശം ലോകത്തുണ്ട്, യൂറോപ്പ്. അപ്പം അവിടെ പൈശാചികതയെ വരൂ. അപ്പം അതുകൊണ്ടൊന്നും നമ്മളിപ്പോൾ സമന്വയ വിദ്യാഭ്യാസത്തിലേക്ക് നമ്മൾ വരുന്ന 1970-കൾക്ക് 80-കൾക്കൊക്കെ ശേഷം. പക്ഷേ അതേ സമയത്ത് സമന്വയ വിദ്യാഭ്യാസം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടപ്പിലാക്കിയ നാടാണ് ഇത്, ഈജിപ്ത്. എന്താ അവിടുത്തെ അവസ്ഥ? പരിതാപകരം. യൂറോപ്യൻ വിദ്യാഭ്യാസത്തെ അഡപ്റ്റ് ചെയ്ത് യൂറോപ്യൻ ചിന്തകളെയും. ഇതന്നെയാണ് ആർക്കും സംഭവിച്ചത്. യുവ തുർക്കികൾക്ക് ചതിയന്മാരാണ് അവർ രാജ്യത്തെ ബ്രിട്ടന് വേണ്ടി ഒറ്റിക്കൊടുത്തു, സൗകര്യമൊരുക്കി. രാജ്യം അതിൻ്റെ പൗരാണികമായ ട്രഡീഷണൽ രീതികളിൽ നിലനിന്ന് പോരണമെന്ന് താല്പര്യമുള്ള ഭരണാധികാരിയെ 1908 ഏപ്രിൽ മാസം മുതൽ അവർ ഉപരോധിച്ചു. പിന്നെ 1909 തുടക്കത്തിൽ ജനുവരിയിൽ അവർ ഗ്രീസിലേക്ക് നാട് കടത്തി. അത് മുതൽ ഏകദേശം ആ മനുഷ്യൻ 1918 മരിക്കുന്നത് വരെ, 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടാണ്, തുർക്കി തകരുന്നതൊക്കെ കണ്ടിട്ടാണ് അബ്ദുൽ ഹമീദ് മരിക്കുന്നത്. ഗ്രീസിലേക്ക് നാട് കടത്തി. അപ്പോൾ ഈ വിഷയങ്ങൾ ഇവിടെ പറയുന്നത് കൊണ്ടുവന്നതെല്ലാത്തിൻ്റെയും പിന്നിൽ താല്പര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ മറക്കരുത്. അതായത് ഈ മെസോപ്പൊട്ടോമിയൻ ഏരിയയിൽ അല്ലെങ്കിൽ യൂഫ്രട്ടീസ് നദീതട താഴ്വരയിൽ പെട്രോൾ 900-ൻ്റെ തുടക്കത്തിൽ കണ്ടെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ 1-ാം ലോക മഹായുദ്ധം എന്നൊരു സാധനം ഒരിക്കലും ഉണ്ടാവില്ല.